യെസ്, പോലീസ് സ്റ്റേഷൻ. അടി നടക്കുന്നു. എവിടെ? ഓ, മരിച്ചെന്നോ? ശരി. ഇസ്മായിൽ, അപ്പാ ജീപ്പ് എടുക്കാൻ പറ. ജംഗ്ഷനിൽ അടി നടക്കുന്നു. ആരോ മരിച്ചെന്ന്. ആര് തമ്മിലാണ് സംഘടന ഉണ്ടായത്? സാർ, ഞാനൊരു പാർട്ടിയിലും പെട്ട ആളല്ല. താൻ പാർട്ടിയിൽപ്പെട്ട ആളാണോ എന്നല്ല ഞാൻ ചോദിച്ചത്. സംഭവം നടന്നത് ഇവിടെ അല്ലേ? താൻ ദൃക്സാക്ഷിയല്ലേ? RDPയുടെ കുറെ ആൾക്കാർ കാലത്ത് വന്ന് അവരുടെ ഒരു പോസ്റ്റർ കടയിലും കടയുടെ മുമ്പിൽ ഒട്ടിക്കണം എന്ന് പറഞ്ഞു. ഉത്തമൻ എന്ന് പറയുന്ന ഒരു ചോട്ടാ നേതാവും പിന്നെ ഒന്ന് രണ്ട് പേരും. എന്നിട്ട് കടയിൽ രാഷ്ട്രീയം വേണ്ടെന്ന് ഞാൻ പറഞ്ഞു. അവരെന്നെ ഭീഷണിപ്പെടുത്തി. ഞാൻ വഴങ്ങിയില്ല. അരമണിക്കൂർ മുമ്പ് ഉത്തമൻ 10-15 ആൾക്കാരുമായിട്ട് വീണ്ടും ഇവിടെ വന്നു. അപ്പോഴും ഞാൻ സമ്മതിച്ചില്ല. കേട്ടാൽ അറയ്ക്കുന്ന തെറിവിളിയായിരുന്നു സാറേ. പിന്നെ എന്റെ പക്ഷം ചേരാനെന്ന മട്ടിൽ കുറെ INSPക്കാരും അടുത്തുകൂടി. വഴക്ക് പിന്നെ അവരെന്നിലായി. കടയിലാണെങ്കിൽ സാധനങ്ങൾ വാങ്ങിക്കാൻ ധാരാളം ആളുകളും ഉണ്ടായിരുന്നു. അപ്പോഴാണ് അടി തുടങ്ങിയത്. ഈ മനുഷ്യൻ മരിച്ചെന്ന് കണ്ടപ്പോ 2 കൂട്ടർ ഓടിക്കളഞ്ഞു. ഈ മരിച്ചയാൾ ആരാണ്? മരിച്ചയാൾ ആരാണ് എന്നുള്ളതല്ല നമ്മുടെ പ്രശ്നം. അയാൾ നമ്മുടെ പാർട്ടിക്കാരനാണ് എന്ന് മറ്റുള്ളവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കലാണ്. മരിച്ച ചാത്തൂട്ടിയാരെ എനിക്കറിയാം. അയാൾ ഒരു പാർട്ടിയിലും പെടാത്ത ഒരാളാ. എന്റെ അനന്ത, താനും മണ്ടന്മാരെ പോലെ സംസാരിക്കാൻ തുടങ്ങിയ. സാറിന്റെ കൂടെ കൂടെ പിന്നെ ഞാൻ എങ്ങനെ ആയത്? അയാൾക്ക് പാർട്ടി വേണ്ട. നമുക്ക് കൈവന്നിരിക്കുന്നത് ഒരു സുവർണാവസരമാണ്. അത് പരമാവധി നമ്മൾ മുതലെടുക്കണം. എങ്ങനെ? സാർ, അയാളെ നമ്മുടെ പാർട്ടിക്കാരനായി ചിത്രീകരിച്ചാൽ അയാൾ ആരാ? നമ്മുടെ രക്തസാക്ഷി. INSPക്കാർ മൃഗീയമായി കൊല ചെയ്ത നമ്മുടെ രക്തസാക്ഷി. തെരഞ്ഞെടുപ്പിൽ തോറ്റതിന്റെ ക്ഷീണം ഈ ഒരൊറ്റ രക്തസാക്ഷിയെ കിട്ടുന്നതോടുകൂടി തീരും. RDPയുടെ ചുവന്ന കൊടി പുറപ്പിച്ചുകൊണ്ടുള്ള ശവയാത്ര ഈ നാടിനെ പ്രകമ്പനം കൊള്ളിക്കും. INSPക്കാരെ നാട്ടുകാർ വേട്ടയാടും. സമ്മതിച്ചിരിക്കുന്നു കോട്ടപ്പള്ളി. ഈ കാര്യത്തിൽ താത്വികാചാരനായ എന്നെ താൻ കടത്തി വെട്ടിയിരിക്കുന്നു. ഓക്കെ സാർ, സംസാരിച്ചിരിക്കാൻ നേരമില്ല. എത്രയും പെട്ടെന്ന് ആ ഡെഡ് ബോഡി നമുക്ക് സ്വന്തമാക്കണം. ആരെങ്കിലും ഒരു ചുവന്ന കൊടി കൊണ്ടുവരൂ. കൊടി വേണമെങ്കിൽ ആഫീസിൽ പോണം. മണ്ണാൻ കെട്ട, തനിക്കൊക്കെ എപ്പോഴും ഒരു കൊടി കൈ കൊണ്ട് നടന്നാലെന്താ? പെട്ടെന്ന് ഇങ്ങനെ രക്തസാക്ഷിയെ കിട്ടി അപ്പൊ നമുക്ക് പൊതിപ്പിച്ചോടെ? ഓക്കെ, പെട്ടെന്ന് ഒരു കൊടി കൊണ്ടുപോവാ. സംഗതി ആ കുഴപ്പത്തിലേക്ക് നീങ്ങാണ്. കുഴപ്പോ? പിന്നെ സംഘടന വണ്ടി തിരിച്ചു വിടും. സംഘടനമല്ല, മരിച്ചത് അവരുടെ ആളാണെന്ന് വരുത്തി തീർക്കാനുള്ള ഗൂഢാലോചന നടന്നുകൊണ്ടിരിക്കുക. ഈ സമയത്ത് അവർക്ക് ഇങ്ങനെ രക്തസാക്ഷി കിട്ടിയാൽ നമുക്കത് വളരെയേറെ ദോഷം ചെയ്യും. ഈ മരിച്ചവൻ ശരിക്കും ഏത് പാർട്ടിയാ? അവൻ മരിച്ചെടുക്കുന്നോട് ചോദിക്കാൻ പറ്റില്ല. എന്ത് തന്നെയായാലും ഡെഡ് ബോഡി RDPക്ക് വിട്ടുകൊടുക്കുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. മരിച്ച മനുഷ്യൻ INSPക്കാരനാണെന്ന് നമ്മൾ പറയുന്നു. KRP കാറിൽ ഒരു കറുപ്പ് കൊടി വാർത്തെ. അതിൽ കൊടി വേണ്ടേ? ഒരു കറുത്ത തുണി ആയാലും മതിയോ? കറുത്ത തുണി ഞാൻ പോക്കറ്റിട്ടുണ്ട് എടുക്കുക. KRP ആലോചിക്കാൻ ഇവിടെ സമയമല്ല. തൽക്കാലം ഇന്നലെ മേടിച്ചതാ. ഒരു അപകടം എടുത്തില്ലാണ് പൈസ നടക്ക്. KRP ഒന്ന് ഉത്സാഹിക്ക്. എന്റെ പ്രിയ കൂട്ടുകാരൻ ഗോപാലൻകുട്ടിയാരെ അങ്ങക്ക് ഈ ഗതി വന്നല്ലോ. സോറി, എന്റെ പ്രിയ കൂട്ടുകാരൻ ചാത്തുക്കുട്ടിയാരെ അങ്ങക്ക് ഈ ഗതി വന്നല്ലോ. INSPയുടെ വീരനായക, ഞങ്ങൾ ഇട്ടിലാച്ചിട്ട് അങ്ങ് പോയോ? ഇല്ല സാർ, 20 കൊല്ലക്കാലമായി ഞാൻ ചാത്തുക്കുട്ടിയാർ INSPക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. ഞങ്ങൾ ഒരു പാത്രത്തിൽ നിന്നുണ്ടു, ഒരു പായൽ കിടന്നു, ഒരു കൊരിക്കയിൽ അണിനിരുന്നു. ഇല്ലേ? എന്നോടാ പറഞ്ഞ മാറാൻ. ഞാൻ മണ്ഡലം പ്രസിഡന്റ് KG പൊതുവാളാണ്. വാളും പരിചയം എനിക്കറിയണ്ട. മാറോ. ആഭ്യന്തര വകുപ്പ് ഞങ്ങൾക്ക് തന്നെയാണ്. അതിന് ഉടനെ ഞങ്ങൾക്ക് ഒരു വിലാപയാത്ര നടത്തണം. ഞങ്ങളുടെ ഡെഡ് ബോഡി തൊട്ടുപോലും. ഓടാ, ഇത് ഞങ്ങളുടെ ഡെഡ് ബോഡിയാണ്. ഇത് നിങ്ങളുടെ ആരുടെ അല്ല, മരിച്ചയാളുടെ ഡെഡ് ബോഡിയാണ്. ഇൻസ്പെക്ടർ, ഇതിലും വേദം ഞങ്ങളെ കൊല്ലാന്നല്ലേ? ഒരു INSPക്കാരൻ ചോപ്പ് കൂടി ഒന്നിച്ച് നോക്കിക്കണം. ഒരു തൊട്ട ശവങ്ങൾ ഇനിയും വീഴട്ടെ. അഹിംസ ഞങ്ങൾ എന്നെ കൈവിട്ട് കഴിഞ്ഞു. ഞങ്ങളുടെ ഡെഡ് ബോഡി തൊട്ട് കൊന്നുകളയില്ലാത്ത ബോഡി ആംബുലൻസ് കെട്ട്. ഇൻസ്പെക്ടർ, വിലാപയാത്ര ഞങ്ങൾ ഭരണകക്ഷി, അത് മറക്കരുത്.
പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് നിശ്ചയിച്ചോ ബോഡി ആരുടെയാണ്? പോലീസ് അക്രമം അവസാനിപ്പിക്കുക. പോലീസ് അക്രമം അവസാനിപ്പിക്കുക. പോലീസ് അക്രമം അവസാനിപ്പിക്കുക. ഞങ്ങളുടെ ഡെഡ് ബോഡി ഞങ്ങൾക്ക് വിട്ടു തരിക. ഞങ്ങളുടെ ഡെഡ് ബോഡി ഞങ്ങൾക്ക് വിട്ടു തരിക. ADP സിന്ദാബാദ്. ADP സിന്ദാബാദ്. ADP സിന്ദാബാദ്. ചലോ ചലോ ഹോസ്പിറ്റൽ. ചലോ ചലോ ഹോസ്പിറ്റൽ. ഞങ്ങളുടെ ഡെഡ് ബോഡി ഞങ്ങൾക്ക് വിട്ടു തരിക. RDP-ക്കാർ മൃഗീയമായി മർദ്ദിച്ചു കൊന്ന INSPയുടെ വീരനായകൻ ശ്രീമാൻ ചാത്തുക്കുട്ടി നായരുടെ നിര്യാണത്തിൽ അനുശോചിക്കാൻ ഇന്ന് മാനങ്കര ജംഗ്ഷനിൽ ചേരുന്ന വൻപിച്ച പൊതുയോഗത്തിൽ നല്ലവരായ നാട്ടുകാർ കൂട്ടം കൂട്ടമായി പങ്കെടുക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. RDP-ക്കാരായ ചില ആളുകൾ അവരുടെ പതാകയായിട്ട് ആസ്പത്രിയിൽ നിലവിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ മോർച്ചറിയിൽ വെച്ച് തന്നെ INSPയുടെ കൊടി പതിപ്പിക്കാനുള്ള എല്ലാ ഏർപ്പാടും ചെയ്തിട്ടുണ്ട്. ശവം മോർച്ചറിയിൽ നിന്ന് ഇറങ്ങുന്നുണ്ടെങ്കിൽ അത് INSPയുടെ കൊടി പതിപ്പിച്ചിട്ടായിരിക്കും. അതെ അതെ, മന്ത്രി എന്ന നിലയിൽ സാർ ഇത്ര ചെയ്യണ്ടു. എല്ലാ പത്രക്കാരും വിളിച്ച് INSP പ്രവർത്തകന്റെ മരണ വാർത്ത അറിഞ്ഞ് ഞാൻ ഞെട്ടി എന്ന് പറയണം. ബാക്കി ഞങ്ങൾ ഏറ്റു. പറ്റുമെങ്കിൽ ഈ പ്രദേശം വരെ വന്ന് സംഭവം ഒന്ന് ചൂടാക്കി തരണം. എന്താ എങ്ങനെ തിരക്കോ? എന്താണ് മന്ത്രി സാറേ, നമ്മുടെ പാർട്ടിക്ക് ഒരു രക്തസാക്ഷി കിട്ടുന്നതിലും വലിയ തിരക്കൊന്നും ഇപ്പൊ തിരുവനന്തപുരത്തില്ലല്ലോ. ഇല്ല. പ്രതികളൊക്കെ ഒളിവിൽ പോയി. ഓക്കെ 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 സാർ. ഭാരത് മാതാ കി ജയ്. ഇനിയിപ്പോ ശവം പോയിട്ട് ശവത്തിന്റെ ഒരു അസ്ഥി പോലും നമുക്ക് കിട്ടില്ല. അധികാരം കയ്യിലില്ലെങ്കിൽ പാർട്ടി തന്നെ ഒരു ശവമാണ്. ഉത്തമൻ തുടങ്ങി 11 പേരെ ആ പ്രതികളാക്കിയിരിക്കുന്നത്. അതൊന്നും കുഴപ്പമില്ല, നമ്മളെ പ്രതികളാക്കാൻ തന്നെ ഭാഗ്യം. അവരെത്ര കാലം ഒളിവിൽ കഴിയും എന്റെ ഈശ്വര. ഈശ്വരനോ? എന്താണ് കോട്ടപ്പള്ളി ഇത്? നമ്മുടെ പാർട്ടിക്ക് ഈശ്വരൻ ഇല്ലെന്ന് പറഞ്ഞിട്ട്? സോറി, ഒരു അബദ്ധം പറ്റിപ്പോയതാണ്. ഉത്തമനും കൂട്ടി എത്ര കാലം ഒളിവിൽ പോയാലും നമുക്കൊരു പ്രശ്നമില്ല. അവരെ കൊണ്ട് ഇപ്പോ വലിയ ആവശ്യമൊന്നുമില്ലല്ലോ. അത് ശരിയാ. അടുത്തൊന്നും ഒരു തെരഞ്ഞെടുപ്പൊന്നും വരാനില്ലല്ലോ. അവർക്ക് ആര് ഭക്ഷണം കൊടുക്കും? എങ്ങനെ ജീവിക്കും? എങ്ങനെയെങ്കിലും ജീവിക്കും. അവനൊക്കെ ഇനിയുള്ള കാലം മുഴുവൻ ഒളിവിൽ പോയാലും RDP-ക്ക് ഒരു പുല്യം സംഭവിക്കാൻ പോകണം. അങ്ങനെ പറയരുത് സാർ. പിന്നെ എങ്ങനെ പറയണം? ഞാൻ നമ്മുടെ പാർട്ടിയുടെ ഇമേജ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ആലോചിക്കുമ്പോ പരിപ്പോടെയും ചായയും. വരൂ. ഈ പരിപ്പോടെയും ചായയും കഴിച്ചു കഴിയുമ്പോ എന്തെങ്കിലും ഒരു പോമഴി തോന്നും. അവരെപ്പോഴും നോക്കണ്ടെന്നേ. രാഘവേട്ടന്റെ മക്കൾക്ക് കുറച്ചു പുസ്തകം കടിപിടി കൂടാൻ ഒരു പ്രശ്നം കിട്ടി. മരിച്ചയാള് ശരിക്കും ഏത് പാർട്ടിക്കാരനായിരുന്നു? ഏയ്, അയാള് പാർട്ടി ദോഷമൊന്നും ഇല്ലാത്തൊരു നല്ല മനുഷ്യനാ. രണ്ടു കൂട്ടരും അവരവരുടെ കുപ്പായി ഇടിക്കാൻ ശ്രമിക്കല്ലേ. എന്റെ മക്കൾക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? സാമൂഹ്യ പ്രവർത്തനത്തിന് ഇറങ്ങിയ ഇങ്ങനെയാ. രാത്രിയെന്നോ പാലെന്നോ ഒന്നും നോക്കാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ ഈ നാട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ അത് പരിഹരിക്കാൻ എന്റെ മക്കള് തന്നെ വേണം അല്ലേ അച്ചു? എഴുതി ഇനി ഞാൻ ഇവിടെ നിന്നാ ശരിയാവില്ല. എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകും. ടീച്ചർ അവിടെ തനിച്ച. ഊണ് കഴിച്ചിട്ട് പോവാ അച്ചുതാ. അയ്യോ, വേണ്ടാനിട്ടാണേ. നല്ല ആളാ. ആരാ ഇത്? വരിക. എന്ത് വരിക? ആ തെങ്ങിന്റെ കാര്യം എന്തായെന്ന് അന്വേഷിക്കാൻ ഒന്ന് അങ്ങോട്ട് വന്നോ? ഈ കൃഷി എന്ന് പറഞ്ഞാലേ അതിലൊരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നടക്കും. ഇൻട്രസ്റ്റ് ആയിട്ടല്ല. എന്താ തൈ കിട്ടുവോ? ദൈവം സഹായിച്ച് തൈ കിട്ടാനില്ല. സീസൺ അല്ലേ സാറേ? ഇതെന്താ പരിപാടി? തെങ്ങിനിടാന്ന് വിചാരിച്ച്. ഓഹോ, എന്തേ? തമിഴ്നാട്ടിലേക്ക് തന്നെ മടങ്ങി പോകുന്നതാണ് നല്ലത്. എന്റെ സാറേ, ഈ തെങ്ങിന് പൊട്ടാഷ് ആണല്ലോ പ്രധാനം. ഈ ചാരത്തിൽ എത്ര പൊട്ടാഷ് കാണും? പറ, എത്ര പൊട്ടാഷ് കാണും? 1 കിലോ ചാരത്തിൽ കൂടിയ 10-12 ഗ്രാം. അതൊരുമാതിരി ആന അമ്പഴങ്ങ വിഴിഞ്ഞ പോലെ ഇരിക്കും. പെട്ടെന്നുള്ള റിസൾട്ടാണ് നമുക്ക് ആവശ്യം. യൂറിയ, സൂപ്പർ ഫോസ്ഫേറ്റ്, മൊറിറ്റോ പൊട്ടാഷ് ഇവ കൊണ്ടുള്ള കളി മതി തൽക്കാലം. തെങ്ങിന് ആളുകൾ ചാരവും ചാണവും ഒക്കെ സാധാരണ ഇടാറുണ്ടല്ലോ. അത് ശരി, എന്നെ പഠിപ്പിക്കേ. അതൊക്കെ പോട്ടെ. ഈ ബാലരാമപുരത്തും കുറ്റിയാടിയിലൊന്നും വിത്ത് തേങ്ങ ഇല്ലാത്ത സ്ഥിതിക്ക് അന്ന് പറഞ്ഞില്ലേ അട്ടത്ത് തേങ്ങ അടപ്പുണ്ട്. അതൊന്നും നോക്കണം. അത്യുൽപാദന ശേഷി ഉള്ളതാണെങ്കിൽ നമുക്ക് അത് തന്നെ വെച്ച് കാച്ചാം. പാനു. എന്താ? എന്റെ ഭാര്യയുടെ പേര് ഭാനുമതി എന്നാ. എന്റെ പേര് ഉദയഭാനു എന്നാ. അറിയാം, ഞാനത് ഓർത്തില്ല. ഭാനു, എടി ഭാനു, നീ ചായ എടുത്ത് വെക്കേ. ഞാൻ അട്ടത്തേക്കൊന്ന് പോവാ. നമ്മളെ ഗോവൺ എടുത്ത് പോയി. ഒന്ന് പെട്ടെന്നായിക്കോ. സൂക്ഷിച്ചു കാരണം ഞാൻ മുമ്പ് വീണതാ. അയ്യോ, ഇവിടെ ഉണ്ടായിരുന്ന കോണി എവിടെ? പറഞ്ഞാലും ഗോപണിയുടെ ഇന്നലെ ഇവിടെ കണ്ടാണല്ലോ. അയ്യോ, ഇതിന് കോണിയൊന്നും വേണമെന്നില്ല. ഈ മരത്തിലും ഭിത്തിയിലും ഒക്കെ അള്ളിപ്പിടിച്ച് കയറുന്ന കാര്യത്തിൽ ഞാനൊരു എക്സ്പെർട്ടാ. കോണി എടുക്കാൻ നമുക്ക് വേണ്ടെന്ന്, ഞാൻ കേറിക്കോളാം. എന്താ ഇവിടെ ബഹളം? മനുഷ്യനെ ചിന്തിക്കാനും സമ്മതിക്കില്ലേ? ആരോടോ താൻ? ഞാൻ തേങ്ങ. താൻ തേങ്ങയോ? കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥൻ. അട്ടത്ത് കയറിയാണോ കൃഷി ചെയ്യുന്നത്? വിത്ത് തേങ്ങ സെലക്ട് ചെയ്യാമെന്ന് കരുതി. വേണ്ട, അട്ടത്ത് കയറാൻ ഞാൻ സമ്മതിക്കില്ല. ഇയാളാരാ? എന്റെ മൂത്ത മോനാ. പ്രബേട്ടൻ.
ആള് നോർമൽ അല്ലാന്ന് തോന്നുന്നു. ഞാൻ അറ്റത്ത് തീർന്നതിന് ഇയാക്കെന്താ? ഒരു കുഴപ്പമില്ല. ഞാൻ ഒരു കാര്യം തീരുമാനിച്ചത് നടത്തിയില്ലെങ്കിൽ എനിക്ക് ഭയങ്കര പ്രയാസം. അതുകൊണ്ടാ. തന്നോട് താഴോട്ട് ഇറങ്ങാൻ വിളിച്ചോണേ. പറഞ്ഞത്. ഇറങ്ങോട്ട് താഴെ. വീടരുത്. ഇറങ്ങാനാ പറഞ്ഞത്. അരിച്ചു വെറുക്കി പരിശോധിക്കണം സാർ. എല്ലാ റൗഡിസത്തിന്റെ നേതാവിന്റെ വീടാ. ആ ചാക്ക് കെട്ടിരിക്കുന്നില്ലേ അതിനപ്പുറം. അയ്യോ പോലീസ്. അയ്യോ ഇതിനെ മോൾ കാണൂ. അയ്യോ 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 നിക്കോടെ. ഓടിക്കോ പോലീസ്. അവിടെ നിൽക്കാം. ഞാൻ ആദ്യം വിചാരിച്ചത് വല്ല തുരപ്പനോ പെരിച്ചാഴി എന്തെങ്കിലും ആയിരിക്കുന്നതാണ്. ഇയാളങ്ങനെ ഇതിന്റെ മുകളിൽ ഒന്ന് പെട്ട് പിടിച്ചില്ലേ? ഇല്ല, ഓടി രക്ഷപ്പെട്ടു. താൻ എവിടുത്തെ എസയാടോ? തന്നെ സ്ഥലം മാറ്റി നോക്കിയോ? സൂക്ഷിച്ച് സംസാരിക്കണം. ആരാ സാറേ അട്ടത്തുനിന്ന് ഇറങ്ങി ഓടിയത്? അറിയില്ല അല്ലേ? ഒരു കൊലക്കേസിലെ 1-ാം പ്രതിയെ ഒളിപ്പിച്ചു വെച്ചിട്ട് പൊട്ടങ്ങളി കളിക്കുന്നു റാസ്കൾ. സാർ ഞാൻ താനല്ലേ ഇവിടുത്തെ ഗൃഹനാഥൻ? അതെ. യു ആർ അണ്ടർ അറസ്റ്റ്. അങ്ങനെ കൂടി ഒരു പ്രവർത്തകന്റെ അച്ഛനാ അറസ്റ്റ് ചെയ്യണ്ട. അധികം മനസ്സാടൂ. സ്ഥലം മാറ്റാൻ എനിക്ക് പ്രശ്നമില്ല. കേരള ജീപ്പില് സാറേ അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ല. പുള്ളി നിരപരാധിയാണ് സാർ. അത് കോടതി നിശ്ചയിച്ചോളൂ. അച്ഛന് പ്രാണവേദന, മകന് പുസ്തകം വായന. ഈ നേരത്തെ ഇവന്റെ ഒരു തട്ടുപൊളിപ്പം വായന. മനുഷ്യന് കണ്ണും ചവിടും കേട്ടില്ല. ഒന്ന് പതുക്കെ വായിക്കണം പ്രശാന്ത. പണ്ഡിറ്റ് മോത്തിലാൽ നെഹ്റു വാസ് ബോൺ ഓൺ. എന്തായി? ഇന്ന് രാത്രി എന്തായാലും അവിടെ കൂടിയേ പറ്റൂ. നാളെ കാലത്ത് വക്കീലിനെ കൊണ്ടുവന്ന് നോക്കാം. എവിടെ ബാനെടുത്തി? അപ്പ കിടക്കണ കിടപ്പ. ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചിട്ടില്ല. അങ്ങനെ ആയാ പറ്റില്ലല്ലോ. ഇരിക്കൂ. അയ്യയ്യേ, ഇത് എന്തൊരു കിടപ്പാത്. ലോകത്ത് ഇന്നുവരെ ആരെയും പോലീസ് പിടിച്ചിട്ടില്ലേ? രാഘവേട്ടനെ അവര് കൊല്ലൊന്നുമില്ല. നീ ആളെ കണ്ടോ അച്ചു? കാണാതെ ഈ നേരം വരെ ഞങ്ങൾ അവിടെ ഇരിക്കല്ലായിരുന്നു. നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ടെന്ന് പറയാൻ മൂപ്പർ എന്നെ ഏൽപ്പിച്ചത്. ഇനി വേണം സമാധാനമായിട്ട് ജീവിക്കാനെന്നും പറഞ്ഞു വന്ന ആളാ. എനിക്ക് ഈ തങ്ങട് കേൾക്കുമ്പോഴാ അവിടെ ഇപ്പൊ എന്താ സമാധാനക്കേട്? ഒരു നിലയ്ക്ക് പറഞ്ഞാൽ ഇവിടത്തേക്കാ സമാധാനം അവിടെ ഉള്ളതാണ് എന്റെ പക്ഷം. ഇനി ഞാൻ പറഞ്ഞിട്ട് വിശ്വാസം ആവില്ലെങ്കിൽ ഒന്ന് ചെന്ന് പറഞ്ഞു കൊടുക്കൂ. അല്ല, ഞാനിപ്പോ എന്താ പറയാ? ഞാൻ അവിടെ നിന്നാ ശരിയാവില്ല. അവര് കരയുന്ന കണ്ടാ വെറുതെ എന്റെ കണ്ണിന്ന് വെള്ളം വരും. സമാധാനിപ്പിക്കാൻ 2-3 വാക്ക് പറഞ്ഞാൽ മതി. അത് മതിയല്ലേ? മതി. വിഷമിക്കത്തക്കതായിട്ടൊന്നുമില്ല. അതായത് ഒരു നാണയത്തിന്റെ 2 സൈഡിലായിട്ടാണല്ലോ കണ്ണീരിന്റെ പുഞ്ചിരിയുടെ സ്ഥാനം. ഇപ്പൊ കണ്ണീര്, നാളെ പുഞ്ചിരി. അതാണ് ജീവിതം. അതുകൊണ്ട് അമ്മ വിഷമിക്കണ്ട, കുട്ടിയും തീരെ വിഷമിക്കണ്ട. പോട്ടെ. വരണം വരണം. സാർ, ഒരു മുണ്ടെടുക്കാൻ പോലും അനുവദിച്ചില്ലേ? ലോക്കപ്പിൽ അത് പാടില്ല. പ്രതി മുണ്ടുരിഞ്ഞ് ഉത്തരത്തിലോ ജനലടിയിലോ കെട്ടിത്തൂങ്ങി ചത്താൽ പിന്നെ ഞാനായിരിക്കും ലോക്കപ്പിലാകുക. സാർ, ഈ ഡ്രസ് അങ്ങോട്ട് കൊടുക്കും. ഇരിക്കും മിസ്റ്റർ നായർ, ഇരുന്നോളൂ. ഇന്നലെ നിങ്ങളൊരു പ്രതിയായിരുന്നു, ഇന്ന് നിങ്ങൾ അതല്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോ മരണം സംഭവിച്ചത് അടികൊണ്ടോ കുത്തുകൊണ്ടോ അല്ലാന്ന് വ്യക്തമായി. അതെ, മരണകാരണം ഹൃദയസ്തംഭനമാണത്രേ. 3-4 പ്രാവശ്യം അറ്റാക്ക് വന്ന ആളാണത്രേ മരിച്ച ചാത്തുക്കുട്ടി നായർ. ഒരാളുടെയും വിരലടയാളം പോലും ആ ദേഹത്തുണ്ടായിരുന്നില്ല. അങ്ങനെ കൊലക്കേസിലെ പ്രതികളെ അല്ലാതായി. രാഘവേട്ടനൊരു യോഗം ഉണ്ടായിരുന്നു ലോക്കപ്പിൽ കിടക്കാൻ. അത് കഴിഞ്ഞു എന്ന് കരുതിയാ മതി. മിസ്റ്റർ നായർ, ഇവിടെ ഒന്ന് ഒപ്പിട്ടേക്ക്. അപ്പൊ സാർ എന്നെ ഇന്നലെ റാസ്കൽ എന്നൊക്കെ വിളിച്ചത് വെറുതെ ആയി. അതൊക്കെ എന്റെ ഡ്യൂട്ടിയുടെ ഭാഗമല്ലേ മിസ്റ്റർ നായർ? റാസ്കൽ എന്ന് വിളിക്കുന്നോ? വേണമെങ്കിൽ മിസ്റ്റർ നായർ എന്നെ ഒരു പ്രാവശ്യം റാസ്കൽ എന്ന് വിളിച്ചോളൂ. അപ്പൊ പിന്നെ കാണാം. അത് വേണോ? ഇതാരച്ഛനോ? പിന്നെ അമ്മയാണെന്ന് വിചാരിച്ചു.
ഞാൻ ദാ സ്റ്റേഷനിലേക്ക് പുറപ്പെടുമായിരുന്നു. എന്തിനാ എന്നെ ലോക്കപ്പിൽ നിന്ന് വിടരുതെന്ന് പറയാനോ? എന്താണ് അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുന്നത്? പിന്നെ എങ്ങനെ പറയണമെന്നാ പറയണത്? ഒരു അച്ഛൻ ലോക്കപ്പിലായിട്ട് നിങ്ങൾ രണ്ടുപേരും ആ വഴിക്ക് തിരിഞ്ഞു നോക്കൂ. ദാ, ഇതാണ് തെറ്റിദ്ധാരണ എന്ന് പറയുന്നത്. ഞാനേ പാർട്ടി ഓഫീസിന് അകത്തിരുന്നോണ്ട് കംപ്ലീറ്റ് ചരട് വലിയായിരുന്നു, അറിയോ? അച്ഛനെ തുടരുത്, അച്ഛനെ ഇറക്കണം, ദാ പറഞ്ഞില്ലേ അച്ഛൻ? ഞങ്ങള് ഭരണപക്ഷക്കാരായി പോയില്ലേ? പരസ്യമായിട്ട് സ്റ്റേഷനിൽ കയറി ചെന്ന അത് പോലീസിനെ സ്വാധീനിക്കാനാണെന്ന് പ്രതിപക്ഷം പറഞ്ഞു വരുത്തും. അതുകൊണ്ടാണ് ഞാൻ അണ്ടർഗ്രൗണ്ടിൽ ഇരുന്ന് ചരട് വലി നടത്തിയത്. മൂത്തമോൻ കാരണമല്ലേ ലോക്കപ്പിൽ കിടന്ന്. അതിൽ അച്ഛന് ദേഷ്യമൊന്നുമില്ല അല്ലേ? ഇല്ല, എനിക്കിപ്പോ വളരെ സന്തോഷമാണ്. മക്കള് കാരണം ജീവിതത്തിൽ ആദ്യമായിട്ട് ലോക്കപ്പിൽ കിടന്നില്ല. അതിന് കാരണക്കാരൻ ഏട്ടനല്ലേ അച്ഛാ? ആരാടാ കാരണക്കാരൻ? പോലീസിനെ സ്വാധീനിച്ച് ഉത്തമന്റെയും കൂട്ടരുടെയും പേരിൽ കൊലപാതക കുറ്റം ചുമത്തിയത് ആരാന്നാ ചോദിച്ചത്? നാറികൾ. ഇപ്പൊ എന്തായി? അയാൾ ചത്തത് ഹാർട്ട് അറ്റാക്ക് കൊണ്ടാണെന്ന് തെളിഞ്ഞില്ലേ? മരിച്ചു കിടക്കുന്നത് ഞങ്ങളുടെ സഖാവാണെന്നും പറഞ്ഞ് ചുവപ്പ് കൂടി പുതപ്പിക്കാൻ പുറപ്പെട്ട കോമാളികൾ എന്തിയെ? ഇപ്പൊ നിങ്ങൾക്ക് ശവം വേണ്ടേ? വേണ്ട, ഞങ്ങൾക്ക് ശവം വേണ്ട. നിങ്ങൾ എല്ലാ ശവങ്ങളുടെയും കൂടെ ഒരു ശവം കൂടി ഇരിക്കട്ടെ. സൂക്ഷിച്ച് സംസാരിക്കണം. പോടാ പുല്ലേ. ജംഗ്ഷനിലേക്ക് വാ, വാ കാണിച്ചു തരാം. ജംഗ്ഷനിൽ വെച്ച് ചലിച്ചാൽ നീ വിവരം അറിയും. അച്ഛാ, ഞാനൊരു നിരപരാധിയെ രക്ഷിക്കാൻ ശ്രമിച്ചു. മറ്റൊരു നിരപരാധിയായ അച്ഛൻ ലോക്കപ്പിലായി. ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥിതി. വി ആർ ലിവിംഗ് ഇൻ എ വെരി ക്രൂവൽ സൊസൈറ്റി. ഇവിടുത്തെ ക്രമസമാധാന നില ആകെ താറാറിലായിരിക്കുന്നു. നീ ഇപ്പൊ അച്ഛന് മനസ്സിലായില്ലേ? നീ പ്രതിപക്ഷമാണല്ലോ, എന്നിട്ട് എന്തേ സ്റ്റേഷനിലൊന്നും വന്നില്ല? അച്ഛാ, അച്ഛൻ വെറുമൊരു അച്ഛനല്ല, ഒരു വിപ്ലവകാരിയുടെ അച്ഛനാണ്. വിയറ്റ്നാമിലെയും ക്യൂബയിലെയും എത്രയോ അച്ഛന്മാരെ പറ്റി അച്ഛൻ അറിയോ? മക്കളുടെ ചിതയിൽ നിന്ന് തോക്കെടുത്ത ധീരന്മാർ. ഇവിടെ ഇപ്പൊ മക്കളുടെ ചെടിയില്ലല്ലോ. ഇത് ഞങ്ങളുടെ കുടുംബ പ്രശ്നമാണ്. അച്ഛനെ ലോക്കപ്പിൽ നിന്ന് വിട്ടില്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ ആക്രമിക്കാനായിരുന്നു ഞങ്ങളുടെ പരിപാടി. അയ്യോ, അത്രയ്ക്കൊന്നും വേണ്ടിയിരുന്നില്ല. സായുധ വിപ്ലവം ഞങ്ങൾക്ക് പുത്തരിയൊന്നല്ല അച്ഛാ. മാധവേട്ടാ, കടവേ കടച്ചോ? എന്താ INSP കാര് പിരിവിനിറങ്ങിയിരിക്കുക. എന്റെ ഭഗവാനെ ചതിച്ചോ? 1000 10,000 ഒക്കെ ചോദിക്കുന്നത്. കൊടുക്കാഞ്ഞാലോ തെറിവിളിയും ജീവൻ വേണി ഓടിക്കും. ഞാൻ മറ്റുള്ളവരോടൊക്കെ പറയട്ടെ. അവരെവിടെ എത്തി? സെയിൽ ടാക്സ് കൊണ്ട് ഈ കട റെഡി ആയിരിക്കും. 500 രൂപയിൽ കൂടുതൽ എങ്ങനെയാ? 1000 രൂപ തികച്ചു തരാൻ പറ്റത്തില്ല. ഇതേ ഭാരതയാത്രയാ, അല്ലാതെ കണ്ട എരപ്പാളുകൾക്ക് കഞ്ഞി വീഴ്ത്താനുള്ളതല്ല. അതും യശ്വന്ത് സഹായുടെ ഭാരതയാത്ര. മര്യാദ കാശെടുക്കണോ? ഇത് റെസിറ്റ് എഴുതി പകുതി എഴുതി. സാറിന് എഴുതണ്ട. ഇവൻ ലേശൊരു അഹങ്കാരിയാ. വാ, നമ്മൾ ഇങ്ങോട്ടൊരു വീ കടച്ചില്ലല്ലോ. അതെ, അതാ ഞാനും ആലോചിക്കുന്നത്. ഇത്ര പെട്ടെന്ന് അടച്ചോ? ശരി, കാണാം, വാ. അല്ല, ഈ ഓഫീസ് ടൈമിൽ വേണോ? പിന്നെ ഓഫീസ് അടച്ചിട്ട് 7 മണിക്കാ വരണ്ടേ? എടോ, നമ്മൾ ഭരണകക്ഷിയാ, നമുക്ക് എവിടെയും കയറാം. പോയതും കുട്ടി, നിങ്ങൾ അപ്പുറത്ത് വാതിലുണ്ട്, അവിടെ ചെന്ന് നോക്കൂ. ജെയിംസ് പോയി ഗേറ്റിൽ നിന്നോ സംഭാവനക്കാരിൽ നിന്നും ഒരുത്തനെ ഒളിച്ചോടാൻ അനുവദിച്ചുകൂടാ. എന്നാ പിന്നെ എങ്ങനെ അവിടെ ചെല്ല് ചെല്ല്. ആ KRP വരണം. ഇവിടെ എത്ര ഉദ്യോഗസ്ഥന്മാരുണ്ട്? അവരോടൊക്കെ വരാൻ പറയും. INSPയുടെ മണ്ഡലം പ്രസിഡന്റ് KG പൊതുവാൾ വന്നിട്ടുണ്ട്. ആരാണാവോ അത്? ഞാനാണാവോ അത്? യശ്വന്ത് സഹായിജിയുടെ ഭാരതയാത്രയെ പറ്റി കേട്ട് കാണുമല്ലോ. അതിനുള്ള ഫണ്ട് വിരിവാണ്. നിങ്ങളുടെ എല്ലാം ഒരു മാസത്തെ ശമ്പളത്തിന് പകുതി വിരിച്ചെടുക്കാനാണ് ഞങ്ങളുടെ തീരുമാനം. അദ്ദേഹം ഭാരതയാത്ര നടത്തുന്നതിന് ഞങ്ങൾ എന്തിനാ പണം തരുന്നത്? പുതിയ ആളാന്ന് തോന്നുന്നു. അല്ല, പഴയ ആളാണ്. 10-30 കൊല്ലത്തെ പഴക്കം കാണും. ജനിച്ചിട്ട് അത്രയായി. പൊതുവാൾജി തിരുവനന്തപുരത്തേക്ക് വിളിച്ചു പറഞ്ഞ് ഇയാൾക്കൊരു സ്ഥലം മാറ്റം വാങ്ങി കൊടുക്കണോ? സ്ഥലം മാറ്റുന്നെങ്കിൽ ആനവട്ടക്കുറിശിയിലേക്ക് അയാൾ കൊള്ളാം. നല്ല അസല് മണ്ണാണ് അവിടുത്തെ. ഞങ്ങൾക്ക് സംസാരിച്ചിരിക്കാൻ നേരമില്ല. യശ്വന്ത് സഹായിജിയുടെ ഭാരതയാത്ര ബോംബെന്ന് പുറപ്പെട്ടു കഴിഞ്ഞു. അയ്യോ, അത് ഞാൻ അറിഞ്ഞില്ല. ഇതിപ്പോ എന്തിനാണോ ഈ ഭാരതയാത്ര? വിഘടിച്ചു നിൽക്കുന്ന നാനാജാതി മതസ്ഥരെയും ഒന്നിച്ചൊരു കൊടിക്കീഴിൽ കൊണ്ടുവന്ന് ഭാരതത്തിന്റെ ഐക്യം ഊട്ടി ഉറപ്പിക്കാൻ. ഈ സഹായി എന്ന് പറയുന്ന മനുഷ്യനോ അല്ലാതെ പിന്നെ മൃഗമാണോ? അയാള് ഭാരതം മുഴുവൻ നടന്നാൽ ഇവിടെ ഐക്യം ഊട്ടി ഉറപ്പിക്കാമെന്ന് ഉറപ്പാണോ? ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത്. അല്ല, തൊഴിലില്ലാത്ത ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരില്ലേ നമ്മുടെ നാട്ടില്? ഇത്തരം യാത്ര കൊണ്ട് അവർക്ക് എന്തെങ്കിലും പ്രയോജനം? അല്ലെങ്കിൽ അന്തി ഉറങ്ങാൻ വീടില്ലാത്തവർക്ക് വീട്, പട്ടിണി കിടക്കുന്നവർക്ക് ഭക്ഷണം, അങ്ങനെ എന്തെങ്കിലും? നിങ്ങൾ അതിര് കിടക്കുന്നു. അല്ല സുഹൃത്തെ, നിങ്ങളെപ്പോലെ ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതുപോലെ എന്തെങ്കിലും കാരണം പറഞ്ഞ ഒരു റെസീറ്റ് ബുക്കുമായിട്ട് ഇറങ്ങും. പലരും ചിരിച്ചുകൊണ്ട് സ്വീകരിക്കുന്നതും പണം തരുന്നതും പേടിച്ചിട്ടാ. ഉപദ്രവം ഉണ്ടാക്കാൻ നിങ്ങൾ മതിയല്ലോ ധാരാളം. മനുഷ്യർക്ക് ഉപകാരപ്പെടുന്ന കാര്യത്തിനല്ലാതെ ഒരു പൈസ ഞാൻ തരില്ല. മിസ്റ്റർ, ഭരണകക്ഷിയാണ്, നിങ്ങൾ ഇതിൽ ദുഃഖിക്കേണ്ടി വരും. ഈ കസേരയിൽ ഇത്ര കാലം ഇരുന്നോളാമെന്ന് ഞാൻ ആർക്കും വാക്കുകൊടുത്തിട്ടില്ല. അത്യാവശ്യത്തിനുള്ള ആരോഗ്യമുണ്ട്, കൂലിപ്പണി ചെയ്താലും ജീവിക്കാം. പൊതുവാൾജി, ഇപ്പൊ തന്നെ കൃഷിമന്ത്രി വിളിച്ചാലോ? ചെന്ന് വിളിച്ചു പറ, നട്ടലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഇവിടെ ഉണ്ടെന്ന്. ഓ പൊതുവാൾജി, എനിക്കിനെ ചോര കളക്കണ്ടട്ടാ. കൂൾ ഡൗൺ KRP, കൂൾ ഡൗൺ. നമുക്ക് പിന്നെ നിയമപരമായി തന്നെ ഒതുക്കാം. തന്റെ കാര്യം ഞാൻ ഏറ്റു. ഏറ്റു എന്ന് പറഞ്ഞാൽ ഏറ്റു. സംശയിക്കേണ്ട, ഞാൻ ഏറ്റു. പൊതുവാൾജി ഏറ്റിട്ടാ. അവന്റെ ഒരു യശ്വന്ത് സഹായി. ഭാരതത്തിന്റെ വിരിമാറിലൂടെ യശ്വന്ത് സഹായി നയിക്കുന്ന ഭാരതയാത്ര ഇതാ മാനങ്കരയിലും എത്തിയിരിക്കുകയാണ്. ഭാരതത്തിന്റെ ഐക്യമൂട്ടി ഉറപ്പിക്കാൻ, ഭാരത മക്കളെ ഉത്ബുദ്ധരാക്കാൻ യശ്വന്ത് സഹായി ഇതാ നിങ്ങളുടെ കൺമുന്നിൽ.
ജനകോടികളുടെ വല്ലോമനപുത്രൻ ശ്രീ യശ്വന്ത് സഹായ് ഈ വാറിന്റെ തൊട്ടുപുറകെ വികാരങ്ങൾ ഉൾക്കൊള്ളാൻ ഭാരത മക്കളുടെ കണ്ണിലുണ്ണിയായ യശ്വന്ത് സഹായ് ഇതാ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. यशवंत सहाय जिंदाबाद സഹായ് സിന്ദാബാദ്. सहाय जी की സഹായ് ജി കി. സഹായ് ജി കി. യശ്വന്ത് സഹായ് ജി കി. നീ മാലൻ സഹായിക്ക് ഇഷ്ടാവില്ല ഞാനാണ് ഫോട്ടോ എടുക്കും സഹായ് ജി കി. ജയ് സഹായ് ജി കി. എന്തൊരു കള്ളാണ്ടോ സഹായ് ജി കി. ജയ്. സഹായ് ജി കി. പോയാ പടക്കത്തിന് തീ കൊടുക്കാൻ മതി പടക്കം സാറില്ല പടക്കാറ് പടക്കം വരി വരി വേഗാവട്ടെ ഇട്ട് കുത്തിക്കൊണ്ടിരിക്കാതെ ഇളക്കണോ ഒന്നും പറയുന്നത്. അരമണിക്കൂറിനകം എല്ലാം റെഡി ആവണം. കൃത്യം 12:30 മണിക്ക് സഹായിക്കുന്നുണ്ടതാ. ഏറ്റവും 1 മിനിറ്റ് തെറ്റി അദ്ദേഹത്തിന് ഗ്യാസ് ട്രബിൾ ഉള്ളത്. അതുകൊണ്ടാ. ആയിക്കോട്ടെ, ഒന്ന് വേഗം ഇടൂ. അമ്മ ഇതെന്താ നോക്കി നിൽക്കുന്നത്? വല്ല പപ്പടം കാച്ചി ഇല തുടക്കി എന്തെങ്കിലും ഒന്ന് ചെയ്തൂടെ? നിന്നോടും കൂടി പറയുന്നത്. നിങ്ങളൊക്കെ എങ്ങനെ കൂടി നിന്നാലോ? സഹായിക്ക് അല്പം കാറ്റ് കിട്ടട്ടാനെ. ഒന്ന് മാറിക്കൊടുക്കും. മാറും നായ്ക്കളെ. ദയവേത് നിങ്ങളൊക്കെ ഒന്ന് ഇറങ്ങി പുറത്തേക്കോ. ഞാനും സഹായിച്ച് എന്തെങ്കിലും അല്പം രാഷ്ട്രീയം ചർച്ച ചെയ്തോട്ടെ. പ്ലീസ് ഇറങ്ങി പോകൂ. പോകാൻ പ്ലീസ് പോ. ഒന്ന് മാറോ. നമ്മൾ എങ്ങനെ ആയാലോ? नारियल का पानी. എന്താ नारियल पानी. ക്യാ ക്യാ? हमको पीने के लिए नारियल का पानी लावो. എന്താണ് മൂപ്പർ ചോദിക്കുന്നത്? മൂപ്പർ ഇങ്ങനെയാണല്ലോ ആക്ഷൻ കാണിച്ചത്. വെള്ളം അടിക്കാനായിരിക്കും. ദൈവമേ, ഇത്ര ആൾ നിൽക്കുമ്പോഴോ? ये बुद्धू का आदमी नारियल पानी लावो ना. ഇതാ തന്നെ മദ്യപാൻ തന്നെ. ക്യാ മദ്യപാൻ ഹെ? ഹാഫ് ബോട്ടൽ ക്യാ ഫുൾ ബോട്ടൽ? क्या हाफ बोतल? ക്യാ ഫുൾ ബോട്ടൽ അല്ലല്ലേ? അതായത് മാക്ഡോവൽ വേണോ ഹണീബി വേണോ? ഞങ്ങൾ ഇവിടെ കമ്പനിയുള്ള മാക്ഡോവലാ. Shut up, idiot. हमको नारियल पानी चाहिए. ഇതൊരു നടക്ക് പോണ മാതിരില്ല. സഹോദരന്മാർ ആർക്കെങ്കിലും അറിയോ നാരിയൽ പാലിന്റെ അർത്ഥം? നാരിന്ന് വെച്ചാൽ സ്ത്രീന്നാ. ദൈവമേ, ചതിച്ചു എന്നാ തോന്നണേ. സ്ത്രീ രഹി राम राम ബ്രഹ്മ. राम. ഇതൊന്നുമല്ല. വിദ്യാഭ്യാസമുള്ള ഒരുത്തനും നമ്മളെ പാർട്ടിയിലില്ലേ? ഈ നാരിയൽ പാനിന്റെ അർത്ഥം ആർക്കും അറിയില്ലേ? നാരിയൽ പാനി ഇളനീര്. ഏ ഇളനീര്. ഇളനീര്. നമ്മൾ ഇളനീരോ? ഓന്റെ ഇഷ്ടം എന്നാലും ഇത് ആദ്യം പറഞ്ഞൂടെ? ക്യാ ഇളനീർ ഹേ? അങ്ങനെ മറി. അപ്പളേ നിങ്ങൾ കുറച്ചാൾ പോയിട്ട് ഇളനീരിട്ടെ. ചെല്ലി ചെല്ലി. ഇത് എവിടേക്കടാ കയറുന്നേ? ആളുകൾ കണ്ടൂടെ? ഓ, ഞാൻ നോക്കിയില്ലേ. എന്ത് പണിയാച്ചത്? നമ്മുടെ വീട്ടിൽ ഇത്രയും വലിയൊരു സംഭവം നടക്കുമ്പോ ഗ്രഹനാഥനായ അച്ഛൻ ഇവിടെ ഒന്ന് കുത്തിയിരിക്കുക. ഗ്രഹനാഥനായോണ്ടാണല്ലോ ലോക്കപ്പ് കിടക്കേണ്ടി വന്നത്. ഇനി വയ്യ മോനെ. അണികൾ മുഴുവൻ എന്റെ മുഖത്ത് നോക്കി ചോദിക്കുക, കെ ആർ പിയുടെ അച്ഛൻ എവിടെ, കെ ആർ പിയുടെ അച്ഛൻ എവിടെയെന്ന്. കെ ആർ പിയുടെ അച്ഛൻ ഇവിടെയെന്നങ്ങ് പറഞ്ഞ പോലെ. നിങ്ങൾ കാരണം അച്ഛൻ ഇവിടെ വന്നിരിക്കുന്നത്. ഞങ്ങളുടെ വീട്ടിൽ വന്നിരിക്കുന്നതേ INSPയുടെ ക്യാമ്പയിൻ ജോയിന്റ് സെക്രട്ടറിയും അഖിലേന്ത്യാ നേതാവ്. അറിയോ? അയ്യോ, അത്ര ഭയങ്കരനാ. എന്നാ രാഘവട്ടം പോണം. ഞാനില്ല ആ ബഹളത്തിലേക്ക്. അച്ഛാ, അണികളുടെ മുമ്പിൽ എന്നെ നാറ്റിക്കരുത്. ഞാൻ അച്ഛന്റെ കാല് വേണമെങ്കിൽ പിടിക്കാൻ എന്റെ കൂടെ വന്നേ പറ്റും. കാല് പിടിക്കാണെങ്കിൽ രാഘവട്ടം എന്തായാലും പോണം. എന്റെ മോനെ, അന്നത്തെ ആ സംഭവത്തോടെ ഞാൻ ആകെ പേടിച്ചിരിക്കുക. അച്ഛാ, ആ സംഭവം അല്ല ഈ സംഭവം. ഇതൊരു അഖിലേന്ത്യാ സംഭവം അല്ലേ? വന്നാട്ടെ. അതെ, അതാ എന്റെ പ്രത്യേകത. നിങ്ങൾ എന്റെ അച്ഛന്റെ ഏറ്റവും അടുത്ത സുഹൃത്തല്ലേ? അതെ. ഏതാണ്ട് എന്റെ അച്ഛന്റെ അതേ പ്രായവും. അതെ. എന്നൊരു വരി ഊതരുത്. വന്ന്. എല്ലാം കിട്ടിയില്ലേ? അച്ഛൻ വന്ന്. ഒന്നുകൂടെ കൊടുക്കും. അച്ഛനൊന്ന് പരിചയപ്പെടുത്തണം. ആയിക്കോട്ടെ, അതിനെന്താ? നായരെ മൂപ്പരെ കാലൊന്ന് തൊട്ട് വന്നിച്ചേക്കൂ. വേഗം ആവട്ടെ. എൽനീര് കൂടി കഴിഞ്ഞാൽ മറ്റുള്ളവർ വന്ന് കാല് പിടുത്തം തുടങ്ങും. അപ്പൊ പിന്നെ കാല് പിടിക്കാൻ ബുദ്ധിമുട്ടാവും. വലിയ ആളല്ലേ അച്ഛാ, കാല് തൊട്ട് വന്നിച്ചോളൂ. ഈ ചാൻസ് പിന്നെ കിട്ടിയില്ല എന്ന് വരും. എന്നെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? ഒന്ന് വിണ്ടായിരിക്കും. കളയണ്ട, ഞാൻ പിന്നെ എടുത്തോളാം. ये कौन है? कदर नहीं उसको. ये हमारा മറ്റേ പ്രകാശൻ കാ അച്ഛൻ. क्या प्रकाश? KR പ്രകാശൻ. क्या? ഈ ഹൗസിന്റെ ഉടമസ്ഥൻ, മുതിർന്ന ആൾ, അതായത് പ്രസിഡന്റിന്റെ സ്ഥാനം. ഈ ഹൗസിന്റെ പ്രസിഡന്റ്
പ്രസിഡന്റ് ഓഫ് ദ ഹൗസ്. അതെങ്ങനെ തോന്നുന്നു ഹിന്ദി പറഞ്ഞു കൊടുക്കാൻ കണ്ണിൽ തന്നെ നോക്കണേ. ഞാൻ സെക്കൻഡ് ലാംഗ്വേജ് മലയാളമായിരുന്നു. മൈ ഫാദർ ജി. മൈ ഫാദർ. ഹു ആർ യു? क्या चाहिए? ചായ ചായ വേണോ? चुप! मैंने सोचा कि केरल में बुद्धिमान का लोग रहते हैं, मगर अभी मालूम पड़ा मैंने गलत समझा हूँ. हमारा राष्ट्रभाषा हिंदी है. तुम लोग हिंदी सीखो, नहीं तो किसी को छुटकारा नहीं पा सकता. जिन लोगों को हिंदी नहीं मालूम उन लोगों को हमारा सरकार नौकरी नहीं देगी. और याद रखो, कोई बक्सा लेकर बॉम्बे में आते तो मार खाएंगे, समझा? संपूर्ण चाचरदा बंदर का बच्चे. അല്ല ഊണൊക്കെ റെഡിയല്ലേ? ഊണ് അപ്പുറത്ത്. നീ അപ്പുറം ചെല്ലു. കോട്ടപ്പള്ളി എന്ത് പറഞ്ഞാലും ശരി, ഇത് ആർഡിപിക്ക് വലിയ ക്ഷീണായി പോയി. അടികളുടെ മുഖത്ത് ഞങ്ങൾ ഇനി എങ്ങനെ നോക്കും? തത്വം പഠിപ്പിച്ചാൽ മാത്രം പോരാ, പ്രവൃത്തിയിൽ കാണണം. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ഞാൻ അറിഞ്ഞാലല്ലേ എനിക്കത് തടയാൻ പറ്റൂ. അത് കോട്ടപ്പള്ളിയുടെ തന്ത്രപരമായ ഒരു ഒഴിഞ്ഞു മാറ്റമാണ്. സ്വന്തം വീട്ടിലെ സംഭവവികാസങ്ങൾ അറിയാത്ത കോട്ടപ്പള്ളിക്ക് എങ്ങനെ ആഗോള പ്രശ്നങ്ങൾ വിശകലനം ചെയ്യാൻ പറ്റും? കോട്ടപ്പള്ളിയാണല്ലോ നായരുടെ മൂത്ത മകൻ. എങ്ങു നിന്നോ വന്ന സഹായി എന്ന് പറയുന്ന ഈ എംബോക്കിക്ക് ഇത്രയും ഗംഭീരമായിട്ടൊരു സദ്യ കൊടുക്കുന്ന കാര്യം മൂത്ത മകനോട് വീട്ടുകാരെന്തോട് പറഞ്ഞില്ല? നമ്മൾ കൊടുക്കുന്ന ഈ നിലയും വിലയൊന്നും കോട്ടപ്പള്ളിക്ക് സ്വന്തം വീട്ടിൽ ഇല്ലെന്നേ. പലചരക്ക് കടയിൽ 1500 രൂപ, പച്ചക്കറി 500 രൂപ, മട്ടൻ 400 രൂപ, ഫിഷ് 425 രൂപ, പിന്നെ പാല് തൈര് എല്ലാം കൂടി 4200 രൂപ. പ്രകാശം തന്നെ ആണോടി ഇത് നിന്റെ കയ്യിൽ തന്നത്? പിന്നെ ആരമ്മേ? കടക്കാരൊക്കെ നാളെ വരുമ്പോ പണം കൊടുക്കണമെന്ന് എന്നോട് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാ പോയത്. എന്റെ ഭഗവാനെ, എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? ആ, നമ്മളെന്തിനാ വേവലാതിപ്പെടുന്നത്? മഹാനായ മോനുണ്ടാക്കിയ കടവല്ലേ, അച്ഛൻ കൊടുത്തോളൂ. തെങ്ങേന്നിനി 6 മാസത്തിനൊരൊറ്റ തേങ്ങ കിട്ടുമെന്ന് കരുതണ്ട. എല്ലാം യശ്വന്ത് സഹായിച്ചു. അയ്യോ അമ്മേ, നമ്മുടെ ടേപ്പ് റെക്കോർഡ് കാണാനില്ലല്ലോ. പഠിക്കാൻ വേണ്ടി നോക്കിയപ്പോ അല്ല, ഞാൻ എല്ലായിടത്തും നോക്കി, എവിടെയും കാണുന്നില്ല. അപ്പൊ ടൈം പീസിന്റെ കൂടെ അതും അവര് കൊണ്ടുപോയി. ഞാൻ ചില്ലറിട്ട് വെക്കാറുള്ള ഒരു ടിന്നുണ്ടായിരുന്നു, അതും ഇപ്പൊ കാണാനില്ല. അപ്പൊ ഇവന്മാര് കൊള്ളക്കാരാണോ? കൊള്ളക്കാരെക്കാളും കഷ്ടാണമ്മേ. ഇപ്പൊ എങ്ങനെയുണ്ട്? എന്താ ഒന്നും മിണ്ടാത്തെ? എന്നോട് ചോദിച്ചിട്ടാണോ ഭാനു ഇതൊക്കെ നടത്തിയത്? ആദ്യമേ വേണ്ടാന്ന് പറഞ്ഞുകൂടായിരുന്നോ? ഞാൻ ആരാണെന്നാ ചോദിച്ചത്? ഞാൻ പറയാം, പ്രഭാരം കോട്ടപ്പള്ളി. ഷടപ്പ്. ഈ ഇരിക്കുന്ന മനുഷ്യൻ പറയട്ടെ. പ്രഭേ, വേണ്ട, ഞാൻ ആരാണ് എന്നുള്ള ചോദ്യം ഞാൻ പിൻവലിക്കുന്നു. താങ്കൾ എന്റെ അച്ഛനാണ്. എന്താടാ നീ പറഞ്ഞത്? വെറും ഒരു പദവിക്ക് വേണ്ടി എനിക്ക് മൂത്ത മകനാകണ്ട. ഒരു മൂത്ത മകന്റെ അധികാരം എനിക്ക് കിട്ടുന്നില്ലെങ്കിൽ എന്നെ നിങ്ങൾ റബ്ബർ സ്റ്റാമ്പ് ആക്കരുത്. എന്റെ മോനോട് ഞാൻ എന്ത് തെറ്റാണാവോ ചെയ്തത്? ഒരു ബൂർഷ്വാ കുത്തക മുതലാളിയോട് പെരുമാറുന്നത് പോലെയാണ് എന്റെ സഹാക്കളിൽ നിന്നോട് പെരുമാറിയത്. പാർട്ടിയുടെ സ്റ്റഡി ക്ലാസുകളിൽ പൂച്ചകളെ പോലെ പതുങ്ങിയിരിക്കാറുള്ള ലോ ക്ലാസ് മെമ്പർമാർ പോലും ഇന്ന് എന്നെ ചീത്ത വിളിച്ചു. എങ്ങു നിന്നോ വന്ന ഒരു കാട്ടുകള്ളനെ എന്റെ വീട്ടിൽ കൊണ്ടുവന്ന് സൽക്കരിക്കാന്ന് വെച്ചാൽ? ഓ, അതാണോ? എന്നോടൊരു വാക്ക് ചോദിച്ചോ? പറയൂ. ഇതിന് പ്രതിവിധി ചെയ്യാതെ ഞാൻ വിടില്ല. എന്ത് പ്രതിവിധിയാണാവോ? അത് ചെയ്യുമ്പോ കാണാം. ഈ അഴിഞ്ഞാട്ടത്തിനൊക്കെ കാരണം എന്താണെന്നറിയോ? നിങ്ങൾക്ക് നട്ടല്ലില്ല. പ്രഭേ, റബ്ബർ കൊണ്ടുണ്ടാക്കിയ ഒരു നട്ടല്ലെങ്കിലും വാങ്ങി ഫിറ്റ് ചെയ്യണം. ചില പ്രതിവിധികളൊക്കെ ചെയ്യാതെ പറ്റില്ലെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ? എനിക്ക് വലുത് എന്റെ പ്രതിച്ഛായയാണ്. ഇന്നു മുതൽ ഈ വീട് മാനങ്കര മണ്ഡലത്തിലെ റവല്യൂഷണറി ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ആസ്ഥാനമായി അറിയപ്പെടും. ലാൽ സലാം. പ്രകാശേട്ടോ, വിവരം അറിഞ്ഞോ? നമ്മുടെ വീടേ പ്രഭേട്ടന്റെ പാർട്ടി ആസ്ഥാനാക്കാൻ പോവത്രേ. മുറ്റത്തൊരു ചുവന്ന കൊടിയും നാട്ടിക്കഴിഞ്ഞു.